ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഏതാനും ക്വാർട്ടറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്ന 3 സ്റ്റോക്കുകളുടെ ഡീറ്റെയിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയും കൺസിസ്റ്റൻ്റായിട്ട് ബെസ്റ്റ് പെർഫോമൻസ് ഫണ്ടാ ബേസിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ബേസിലും കാഴ്ചവെച്ചിരുന്ന സ്റ്റോക്കുകളാണ്. സോ എന്താണ് ഔട്ട് പെർഫോമൻസ് എന്ന് പറയുന്നത്? നിഫ്റ്റി ഭയങ്കരമായിട്ട് താഴെ പോകാൻ നേരത്ത് ഈ സ്റ്റോക്കുകളുടെ കറക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നിഫ്റ്റി ഭയങ്കരമായിട്ട് മേളിൽ കയറാൻ നേരത്ത് ഈ സ്റ്റോക്കുകളൊക്കെ നിഫ്റ്റിയെക്കാളും ബെറ്ററായിട്ട് മേളിൽ കയറി പോകും. ബേസിക്കലി ഇതിൻ്റെ കാര്യം വെച്ചാൽ ഇതിൻ്റെ ഫണ്ടാ ബെസ്റ്റാണ്, ഇതിൻ്റെ ക്യാഷ് ഫ്ലോ ബ്യൂട്ടിഫുള്ളാണ്, ഇതിൻ്റെ ഏണിങ്സ് എക്സ്പെക്റ്റേഷൻ ഗ്രോത്ത് എക്സ്പെക്റ്റേഷനൊക്കെ വിത്തിൻ എന്താ പറയണ്ടേ നമ്മുടെ ഇയർ മാർക്ക് ചെയ്ത ലെവലിൽ തന്നെയാണ് ശരിക്കും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ കയറി പോകുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പ്ലാൻ ചെയ്ത വീഡിയോ ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ, നിങ്ങൾ സ്കിൽഫുൾ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ട്രേഡ് ചെയ്യാതെ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിൽ കൂടി നിങ്ങൾക്ക് മന്ത്ലി ബ്ലിസ്ഫുൾ ആയിട്ടൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉള്ള സാധ്യതകൾ പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ശരിക്കും എന്താണ് എന്നതിനെക്കുറിച്ച് വീഡിയോയാണ് ഞാൻ യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ഈ വരുന്ന 23-ാം തീയതി ഏപ്രിൽ മാസം 23-ാം തീയതി നമ്മളൊരു സൂം മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അല്ലേ, രാത്രി 9 മണിക്ക്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചു 23rd നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് എന്താണ് ആ ഒരു പ്രോബബിലിറ്റി എന്താണെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലെവലുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൻ്റെ ഫുൾ സപ്പോർട്ട്, അതിൻ്റെ ഫുൾ ഇൻഫർമേഷൻ, അതിൻ്റെ ഫ്ലോ ചാർട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം മാത്രം ആ വീഡിയോ ഷെയർ ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോയിലേക്ക് പോയത്. രണ്ടാമത്തെ കാര്യം, ഒരു ഡിസ്ക്ലെയിമറാണ്. 3 സ്റ്റോക്കാണ് ഷെയർ ചെയ്യുന്നത്. 2 സ്റ്റോക്ക് സ്മോൾ ക്യാപ്പും 3ാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് മൈക്രോ ക്യാപ്പുമാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, സ്മോൾ ക്യാപ്പ് പ്ലേയിങ് വിത്ത് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ദി ടഫസ്റ്റ് എന്താ പറയേണ്ടത് ഇൻ ട്രേഡിംഗ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പിക്കിൽ എന്തെങ്കിലും ഒരു പാളിച്ച് വന്നാൽ അതിൻ്റെ ട്രോ ഡൗൺ വിൽ ബി സംതിങ് 70, 80, 90, 100% ആണ് ശരിക്കും താഴെ പോകുന്നത്. അതുപോലെ തന്നെ പിക്ക് പക്കയാണെങ്കിലും ഇത് ഈ പറയുന്ന കണക്ക് 70, 80, 90, 100% മേളിലേക്ക് കൊണ്ടുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ പ്ലേയിങ് വിത്ത് സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് പ്ലേയിങ് വിത്ത് ഫയറാണ്. ഈ ഫയറിൻ്റെ ഡെൻസിറ്റി അറിയണം, ഈ ഫയറിൻ്റെ തിക്നെസ് അറിയണം. ഇതറിഞ്ഞാൽ മാത്രമേ സ്മോൾ ക്യാപ്പ് ട്രേഡിംഗ് നിങ്ങൾക്ക് പ്രോഫിറ്റുകളാകാൻ സാധ്യതയുള്ളൂ ശരിക്കും. അതുകൊണ്ടാണ് നല്ല ആൾക്കാർ ലാർജ് ക്യാപ്പിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. കാര്യം എന്തെങ്കിലും ഒരു പാളിച്ച് വന്നാലും ലാർജ് ക്യാപ്പ് ഒരിക്കലും 50 to 100% ട്രോഡോണിൽ പോകാറില്ല സാധാരണ കേസിൽ. ശരിക്കും കഴിഞ്ഞ 1.5 കൊല്ലത്തെ കേസ് നമുക്ക് മാറ്റിവയ്ക്കാം. സോ സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സലൻറ്റ് റിട്ടേൺ തരാൻ കഴിവുള്ളതാണ്. അതുപോലെ തന്നെ ഹ്യൂജ് ഡ്രോബാക്കിലേക്ക്, ഹ്യൂജ് ട്രോഡോണിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളതുമാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചാൽ മാത്രമേ, ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പിക്ക് പഠിച്ചാൽ മാത്രമേ, സ്റ്റോക്കിൻ്റെ ഫണ്ട് പഠിച്ചാൽ മാത്രമേ, സ്റ്റോക്കിൻ്റെ ബിഹേവിയർ പാറ്റേൺ പഠിച്ചാൽ മാത്രമേ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കാര്യം ഒരു 100 സ്റ്റോക്ക് ബെസ്റ്റ് റിസൾട്ട് എന്ന 100 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറി പോകുന്ന 10-20 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. കയറുന്ന ബിഹേവിയർ കാണിക്കുന്ന സ്റ്റോക്കുകളെ മനസ്സിലാക്കുക, പഠിക്കുക ശരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ലേണിംഗ് ഇൻപുട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഒരു കാരണവശാലും റെക്കമെൻഡേഷൻ എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ എടുക്കാൻ പാടില്ല. വളരെ ക്ലിയർ ആണ് എൻ്റെ മെസ്സേജ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. 1, പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ പെർഫോമൻസിനെ ഗ്യാരണ്ടി ചെയ്യുന്നില്ല ശരിക്കും. 2, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫയറാണ്. ഈ ഫയറിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫയറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡെപ്ത് നിങ്ങൾ തറവായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പിക്കിൽ എന്തെങ്കിലും പാളിച്ചു വന്നാൽ ഇത് 100% ബാക്കിലേക്ക് പോകും. 100% ഡ്രോ ഡൗൺ ആണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ പിക്ക് നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ബെസ്റ്റ് റിട്ടേൺ തരുന്നത്. 3ാമത്തെ കാര്യം, ഒരു 100 സ്റ്റോക്ക് ബെസ്റ്റ് ഫണ്ടാ തന്നെങ്കിൽ പോലും അതിൻ്റെ അത് കയറിപ്പോകുന്ന 10-20 സ്റ്റോക്കേ ഉള്ളൂ. ഈ സ്റ്റോക്കുകളുടെ ബിഹേവിയർ നിങ്ങൾ പഠിക്കുക. ബിഹേവിയർ പഠിക്കണം എന്ത് വേണം? ഫണ്ട് അനാലിസിസ് ആദ്യം പഠിക്കണം, പിന്നെ ടെക്നിക്കൽ അനാലിസിസ് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണം, പിന്നെ ബിഹേവിയർ അനാലിസിസ് അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണം. അപ്പം ഇങ്ങനെ കുറേ ലേണിംഗ് ഇൻപുട്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ മുമ്പിലുള്ള KSB പമ്പ്സാണ്. KSB പമ്പിൻ്റെ ബേസിക്കലി ആനുവൽ അവർ ഫോളോ ചെയ്യുന്നത് Jan to December ആണ്. ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ആ കമ്പനിയുടെ ബേസിലാണ് അവർ Jan to December അവർ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് ഫോളോ ചെയ്യുന്നത് ശരിക്കും. നിങ്ങൾ ആ റിസൾട്ട്സിലേക്ക് നോക്കും, അത് കമ്പനിയുടെ പെർഫോമൻസ് നോക്കാം. നിഫ്റ്റി താഴെ പോയ സമയത്ത് സ്റ്റോക്കും താഴെ പോയിട്ട് നിഫ്റ്റിയെക്കാളും സ്പീഡിൽ സ്റ്റോക്ക് തിരിച്ച് കയറി പോയി ശരിക്കും. സ്റ്റോക്ക് ഇപ്പം ഓൾ ടൈം ഹൈയുടെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത് ശരിക്കും. ഇതാണ് ഓൾ ടൈം ഹൈ ലെവൽ, അതിനടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഫിഗേഴ്സ് നോക്കുക. കഴിഞ്ഞ ഡിസംബറിൽ 56 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് 77 കോടിയായി. PM മാർജിൻ 13% സ്റ്റേബിൾ ആയിരുന്നു. അവിടെ നിന്നാണ് 15%ലേക്ക് എക്സ്പാൻഷൻ സംഭവിച്ചത് ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ ഡിസംബറിൽ 39 കോടി എന്നുള്ളത് ആ 39 കോടി തന്ന 11.32 എന്നുള്ള EPS
56 ക്രോസിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് കയറിപ്പോയത്. ഏണിങ്സ് പെർ ഷെയർ 16.06 ഇമ്പ്രൂവ് ആയി ശരിക്കും. ഇത് P&L അക്കൗണ്ടാണ്. കഴിഞ്ഞ ഒരു 3 കൊല്ലത്തെ P&L അക്കൗണ്ട് നിങ്ങൾ നോക്കൂ. 152 കോടി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിസംബർ 2019. 2020 169 അത് 210 അത് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തത്, കഴിഞ്ഞ ക്വാർട്ടറിലാണ് ക്ലോസ് ചെയ്തത് ഈ കമ്പനി 247 കോടിയായി. ദാറ്റ് മീൻസ് 37 കോടിയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നത്. ആൻഡ് OPM പെർസെൻറ്റേജ് 12%, 14 സ്റ്റേബിൾ ആണ് ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് നോക്കാം 101 കോടി. ഒരു ക്വാർട്ടർ മാത്രമേ ഡൗൺ ആയുള്ളൂ. ഡിസംബർ 2020 നമ്മുടെ കോവിഡ് വന്ന ടൈമാണ്. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വേറെ റീസൺസ് കാണേണ്ട കാര്യമില്ല. അതാണ് 149 ക്രോസ് ആയത്, അതാണ് 183 ക്രോസ് ആയത് ശരിക്കും. ഏണിങ്സ് പെർ ഷെയർ 28.94 നിന്നും 58.49 ആയിട്ട് ഇമ്പ്രൂവ് ആയി ശരിക്കും. നാച്ചുറലി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഇത്രയും ബെസ്റ്റ് സപ്പോർട്ടീവ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് കയറിപ്പോയി. അടുത്ത ക്വാർട്ടർ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ മുൻവിധികളില്ല. റിസൾട്ട് നല്ലതാണെങ്കിൽ കയറിപ്പോകുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത സ്റ്റോക്കാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ്. കഴിഞ്ഞ 7 ക്വാർട്ടറായിട്ട് ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ് കിർലോസ്കർ ഓയിൽ എൻജിൻസ്. അതിൻ്റെ പെർഫോമൻസ് നോക്ക്. നിഫ്റ്റി താഴെ പോയ സമയത്തൊക്കെ സ്റ്റോക്ക് റേഞ്ചിലാണ് വന്നത്. റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് നേരെ ഒരൊറ്റ കയറ്റം കയറ്റി. ഓൾ ടൈം ആയിട്ട് തൊട്ടടുത്തായി കിടക്കുന്നത്, വലിയ വ്യത്യാസമില്ല ഓൾ ടൈം കറണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് തമ്മിൽ. കഴിഞ്ഞ ഡിസംബർ 2021 88 കോടിയായിരുന്നു. OPM മാർജിൻ 9% എന്നുള്ളത് 192 കോടിയായി ഒറ്റ കൊല്ലം കൊണ്ട്. 200% മേളിലാണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. 9% എന്നുള്ളത് 16% ആയി OPM മാർജിൻ. ആൻഡ് നിങ്ങൾ ഇവിടെ നോക്കൂ, നെറ്റ് പ്രോഫിറ്റ് 29 കോടി എന്നുള്ളത് ഒറ്റ കൊല്ലം കൊണ്ട് 88 കോടിയായി. എന്താ പെർഫോമൻസ് അല്ലേ. ഏണിങ്സ് പെർ ഷെയർ 2 രൂപ 12 പൈസ എന്നുള്ളത് 6 രൂപ 9 പൈസയായി. P&L അക്കൗണ്ട് നോക്കാം. കഴിഞ്ഞ മാർച്ച് 2021 387 കോടി. കഴിഞ്ഞ കൊല്ലം അതായത് 2022 മാർച്ചിൽ 412 കോടി. അത് ട്രെയിലിംഗ് 12 months 689 കോടി ആയി കഴിഞ്ഞു ശരിക്കും. ആൻഡ് OPM എക്സ്പാൻഷൻ 12%, 10%, 14%. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കാം 197 കോടി നിന്ന് 171 കോടി. അവിടെ നിന്നാണ് 371 കോടിയായിട്ട് പെർഫോമൻസ് ഫാർ ബെറ്റർ ആയിട്ട് ഷോർട്ട് അപ്പ് ചെയ്തത്. ആൻഡ് മൂന്നാമത്തെ സ്റ്റോക്ക് പെർമനൻറ്റ് മാഗ്നറ്റ്സ് എന്ന് പറയും ശരിക്കും. ഇതൊരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. വളരെ ചെറിയ എന്താ പറയുക മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. പെർഫോമൻസ് നോക്ക്. നിഫ്റ്റി വളരെ താഴെ പോയി ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് ഒന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് നിഫ്റ്റിയേക്കാളും സ്പീഡിൽ കറക്ഷനിലേക്ക് പോയത് സ്റ്റോക്ക്. ക്വാർട്ടർ റിസൾട്ട് നോക്ക്. കഴിഞ്ഞ ഡിസംബറിൽ 5 രൂപ 29 പൈസ എന്നുള്ളത് 10 രൂപ 47 പൈസ, 12 രൂപ 30 പൈസ. OPM മാർജിൻ 19.13 എന്നുള്ളത് 23% ആയി 23.29 ആയി ശരിക്കും. നെറ്റ് പ്രോഫിറ്റ് നോക്ക്. കഴിഞ്ഞ ഡിസംബറിൽ 360 എന്നുള്ളത് 766, 9 രൂപ 9 പൈസയായിട്ട് ഇമ്പ്രൂവ് ആയി ശരിക്കും. ഇത് P&L അക്കൗണ്ടാണ്. മാർച്ച് 2020 21 കോടി, പിന്നെ 25 കോടി, 27 കോടി, 37 കോടി. OPM എക്സ്പാൻഷൻ നോക്കുക. 19% എന്നുള്ളത് 21% ആയി. ഏണിങ്സ് പെർ ഷെയർ 16 രൂപ 65 പൈസ എന്നുള്ളത് 31.40 റുപ്പീസ് ആയിട്ട് മാറിക്കഴിഞ്ഞു ശരിക്കും. ഇതൊക്കെയാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ പെർഫോമൻസ് ഇനി വരുന്ന മാസങ്ങളിൽ കാഴ്ചവെക്കുമെന്ന് വെച്ചാൽ മുൻവിധികളെ പാടില്ല ശരിക്കും. കാഴ്ചവെച്ചാൽ നല്ലത്. കാഴ്ചവെച്ചില്ലെങ്കിൽ സപ്പോസ് റിസൾട്ട് മോശമായി പോവുകയാണെങ്കിൽ സ്റ്റോക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ ഒബ്സർവേഷൻ, അതിൻ്റെ ബിഹേവിയർ കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ കുറേ ലേണിംഗ് ഇൻപുട്സ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്കൊരു ബെസ്റ്റ് പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് വീണ്ടും എടുത്തു പറയുന്നു. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഇതൊരു ലേണിംഗ് ഇൻപുട്ട് തരുന്നൊരു വീഡിയോ ആണ്. ഈ ലേണിംഗ് ഇൻപുട്ട്, ഈ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ്, ഒബ്സർവേഷൻ, ബിഹേവിയറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളെ തീർച്ചയായും ഇത് ഇങ്ങനത്തെ വീഡിയോകൾ, ഈ വീഡിയോ എന്നല്ല, ഇങ്ങനത്തെ ധാരാളം വീഡിയോകൾ നിങ്ങളെ നാളെ ഒരു ബെസ്റ്റ് ട്രേഡറായിട്ട് മാറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.